അധികം സമയം കളയണ്ട, ഇതാണ് ബെസ്റ്റ് ടൈം. ഈ ചൂട് കാലം ഇപ്പം തന്നെ ചെയ്തോളൂ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ പൂത്തോളൂ. ഇങ്ങനെയുള്ള ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ഏത് പൂക്കാത്ത ബൊഗൈൻവില്ലയും പൂത്തു പോകും. ട്രൈ ചെയ്ത് നോക്ക്, വളരെ സിമ്പിളല്ലേ. ഇപ്പോഴേ മുറ്റം തൂത്ത് വരുമ്പോൾ മൾട്ടി കളേർഡാണ്. പച്ചിലയുണ്ട്, മഞ്ഞലയുണ്ട്, പിന്നെ ഇതാണ്ട് കളർഫുള്ളായിട്ടുള്ള പൂക്കളുമുണ്ട്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ബൊഗൈൻവില്ലയുടെ പൂക്കൾ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്നതാണ്. ഇതാണ് എൻ്റെ പൂക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. ഇവർക്ക് പറയാനേ തലമുറകളുടെ കഥകളുണ്ട്. എത്ര വർഷം പഴക്കമുള്ളതാണെന്നറിയാമോ? മിനിമം ഒരു 40 വർഷം കൂടുതൽ പഴക്കമുള്ളതാണ് ഇവരെല്ലാവരും. ഇവരുടെ തടി കണ്ടാലേ അറിയാമല്ലോ. വർഷങ്ങളുടെയും തലമുറകളെയും കഥ പറയുന്ന ഇവർ ഇപ്പോൾ പൂത്ത് ഉലഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 31 വർഷമായി. അന്ന് തൊട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ ഇതിൻ്റെ കസ്റ്റോഡിയൻ ഞാനാണ്. തലമുറ കൈമാറി വരുന്ന പാരമ്പര്യ സ്വത്തെന്ന് പറഞ്ഞ പോലെ ഇതെൻ്റെ കയ്യിലാണിപ്പോൾ. ഇവരുടെ തടി കാണുമ്പോഴേ നമുക്ക് ഇവരുടെ പ്രായം അളക്കാമല്ലോ. മിനിമം ഒരു 40 വയസ്സിൽ കൂടുതലുണ്ട് ഓരോരുത്തർക്കും. അത്രയ്ക്ക് മുറ്റിയ തടികളാണ്. അതുകൊണ്ട് പൂക്കളും അതുപോലെ നിറച്ചാണ്. എല്ലാ വർഷത്തേക്കാൾ കൂടുതലായിട്ടേ ഇവരിപ്രാവശ്യം നിറച്ച് പൂത്തു. അതിൻ്റെ കാരണങ്ങളും ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. പിന്നെ ഈ കടലാസ് റോസുകൾ പൂക്കുന്നത് നല്ല വെയിലുള്ള സീസണിലാണ്. അതായത് ഒരു ഡിസംബർ തൊട്ട് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഇത്രയാകുമ്പോഴേക്കും ഇവരുടെ പൂക്കാലം അങ്ങ് തീരും. വെയിലും ചൂടുമാണ് ഇവർക്ക് മെയിനായിട്ട് വേണ്ടത്. നമ്മളിവരെ വെച്ചിരിക്കുന്നത് നമ്മുടെ ബാൽക്കണിയിലാണ്. മുകളിലൊരു ട്രഫുണ്ട്. പക്ഷേ ട്രഫിനകത്തല്ല, ട്രഫിൽ മണ്ണിട്ടിട്ട് അതിനകത്ത് ചട്ടിക്കകത്താണ് നമ്മളിവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് വെയിലടിക്കുന്ന ഏരിയയിൽ നല്ലപോലെ പൂത്ത് നിൽക്കും. വെയിലാണ് ഇവരുടെ മെയിൻ ആയിട്ട് പൂക്കാനുള്ള റീസൺ. വെയിലില്ലെങ്കിൽ ഇവർ പൂക്കില്ല. അതിനും എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബാൽക്കണിയിലെ ഈ സൈഡിൽ നമുക്കൊരു ട്രഫുണ്ട്. പക്ഷേ ഇവിടുത്തെ വെയിലിനെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ ഉള്ള ചിക്കുമരം നിൽക്കുകയാണ്. അതുകൊണ്ടെന്തേ ഇവരാരും അങ്ങനെ അത്ര ഊർജ്ജമായിട്ട് പൂത്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ ഈ ചിക്കുവിൻ്റെ ഈ കമ്പ് വെട്ടാനിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഇവർ പൂക്കത്തുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ. ഈ ഒരു സൈഡിൽ പൂക്കാലം പൂത്തത് കുറവാണ്, അപ്പുറത്താണ് നിറച്ച് പൂത്ത് നിൽക്കുക. വെയിലില്ലെങ്കിൽ ഇവർ പൂക്കില്ല എന്നുള്ളതിൻ്റെ മെയിൻ പ്രൂഫാണിത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു സൈഡിൽ പൂക്കളുണ്ട്, മറ്റേ സൈഡിൽ പച്ചപ്പ് മാത്രമാണ് കാണുന്നത്. ബൊഗൈൻവില്ലയുടെ കാര്യത്തിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. മെയിനായിട്ടുള്ളതാണ് ഈ എക്സസീവായിട്ട് വളർന്നു വരുന്ന ചില്ലകൾ. ഇത് നമ്മൾ മുറിച്ച് മാറ്റിയിരിക്കണം. കാരണം നമ്മളിടുന്ന വളവും വെള്ളവും എല്ലാം ഇവർ അബ്സോർവ് ചെയ്യും. എന്നിട്ട് ഇത് പൂക്കത്തുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ലോങ് ആയിട്ട് വരുന്ന കമ്പുകളെല്ലാം മുറിച്ച് കളയണം. ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഞാനിത് ഒടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ചായച്ച് വെച്ചിട്ട് പോയതാണ്. അതിനെ അങ്ങ് മുറിക്കുക. ഈ വലിയ ശിഖരങ്ങൾ വന്നാൽ ഇതങ്ങ് നമ്മുടെ നമ്മളിട്ട് കൊടുക്കുന്ന വളമെല്ലാം അബ്സോർവ് ചെയ്തങ്ങ് വലുതായി പോകത്തേ ഉള്ളൂ. പക്ഷെ അവർ പൂക്കത്തില്ല. ചെറിയ ശിഖരങ്ങൾ വരുന്നവരാണ് പൂക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വലുതെല്ലാം നമ്മൾ മുറിച്ച് തന്നെ കളയണം. ഇത് മുറിച്ചാൽ മാത്രമേ ചെറിയ ശിഖരങ്ങൾ വരത്തുള്ളൂ. സോ ഇവിടെയുണ്ട് ശിഖരങ്ങൾ നിൽപ്പ്. പിന്നെ ബാൽക്കണി ആയതുകൊണ്ട് സൺലൈറ്റിൻ്റെ ഡയറക്ഷനിൽ ഇവർ അങ്ങോട്ടാണ് വളരുന്നത്. പക്ഷേ കുറേ ശിഖരങ്ങൾ ഇങ്ങോട്ടും വളരും. ഇങ്ങോട്ട് വളരുന്ന എല്ലാവരെയും നമ്മൾ മുറിച്ച് കളയണം. എന്നാൽ മാത്രമേ പുതിയ തളിർപ്പ് വരുള്ളൂ. ആ വരുന്ന തളിർപ്പുകൾ പൂക്കളായി മാറത്തുള്ളൂ. ഇവരെ ഇങ്ങനെ പൂക്കുന്നതിന് നമ്മളൊരു മാജിക് സാധനം ഇട്ട് കൊടുക്കും. അതാണിത്. ഇതാണ് നമ്മുടെ DAP. ഇത് അധികമൊന്നും വേണ്ട. ഒരു സ്പൂണിൻ്റെ ഒരു 1/3 മതി. പിന്നെ എവറി 15 ഡേയ്സ് കൂടുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കണം. കാണിക്കട്ടെ എങ്ങനെ ഇടുന്നതെന്ന്. നമ്മളെ ചട്ടിയിലെ മണ്ണിനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കുക.
സൈഡിൽ നിന്ന് ചുവട് ചേർത്ത് വേണ്ട, സൈഡിൽ നിന്ന് മാത്രം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ DAP എടുക്കുക. ഒരു ഹാഫ് സ്പൂൺ മതി, ഹാഫ് ടീസ്പൂൺ, ഇത്ര മതി. സൈഡിലേക്ക് ഇടുക. എന്നിട്ട് അതങ്ങോട്ട് മണ്ണ് വെച്ച് മൂടിയിട്ടേക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഇങ്ങനെ ചെയ്തു കൊടുക്കണം. ഇതാണ് ആ സൂപ്പർ വളം. ഇങ്ങനെ പൂക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനം ഇതാണ്. നമ്മുടെ ഈ DAP ഒരു 15 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ പൂത്തോളും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെള്ളത്തിൻ്റെ കാര്യമാണ്. ബൊഗെയിൻവില്ലയ്ക്ക് അധികം വെള്ളം വേണ്ട. ഇപ്പം നമ്മൾ ഈ ടെറസിലായതുകൊണ്ടും ചട്ടിയിലായതുകൊണ്ടും നമ്മൾ 1.5 ദിവസം വെള്ളം ഒഴിക്കും. അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി നിലത്ത് വെക്കുന്ന ബൊഗെയിൻവില്ലകൾക്ക്. കാരണം അധികം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ വരില്ല, അവർ കുറേ ഇലകളുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പൂക്കൾ വന്ന് നിറയണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം. പിന്നെ ഈ DAP കിട്ടുന്നത് എല്ലാ നമ്മുടെ കൃഷി സാധനങ്ങൾ കിട്ടുന്ന കടയിലും ഈ DAP അവൈലബിൾ ആണ്. അതും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ വാങ്ങിച്ച് ഇതിട്ട് നോക്കൂ. മറക്കണ്ട DAP. പിന്നെ ഇത് പാക്കറ്റിലും കിട്ടും, ഇങ്ങനെ ലൂസായിട്ടും കിട്ടും. ഞാനന്ന് ചെന്നപ്പോൾ ലൂസായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പാക്കറ്റിലാണെങ്കിൽ DAP എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കും.